ചർച്ചയിലേക്ക് ശ്രീ എസ്.ആർ. ശക്തിധരൻ. ഗൂഢാലോചന എന്ന് തന്നെ കൃത്യമായി വിജിലൻസിൻ്റെ എഫ്ഐആറിൽ പറയുന്നുണ്ട്. അങ്ങനെ ആരോപിക്കുമ്പോൾ വിജിലൻസ് അങ്ങനെ കണ്ടെത്തിയിട്ടുണ്ട്, അതിന് പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ തലം വളരുകയാണ്. വളരെ ഗുരുതരമായ ഒരു ആരോപണത്തിലേക്ക് അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള ഒരു കണ്ടെത്തലിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. 2 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാണ് ഇതിൽ പെട്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു വിഷയം എന്തുകൊണ്ടാണ് പാർട്ടി ചർച്ച ചെയ്യാതെ പോകുന്നത്? ഇപ്പോൾ നടക്കുന്നത് കേന്ദ്ര കമ്മിറ്റിക്കകത്ത് ഇത് ചർച്ച ചെയ്യണം എന്ന് നിർബന്ധം പിടിക്കുന്നതിനകത്ത് യാതൊരു അർത്ഥമില്ല. അത് ഇവിടുത്തെ പാർട്ടിക്ക് ചർച്ച ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അതെന്തും ആയിക്കോട്ടെ, ഇത് ഈ സംഭവവികാസങ്ങളൊക്കെ ഇപ്പോൾ ഈ ക്വിക്ക് വെരിഫിക്കേഷൻ റിപ്പോർട്ട് ഇന്നലെയാണ് കൊടുത്തത്. അപ്പോൾ മറ്റേ ഈ സെൻട്രൽ കമ്മിറ്റി അതിൻ്റെ ഒരു അജണ്ട തീരുമാനിച്ചിട്ടാണ് അവരിവിടെ യോഗം ചേരാൻ വന്നിട്ടുള്ളത്. അതിനകത്ത് ഇത് അടിയന്തര സ്വഭാവമുള്ളൊരു അജണ്ടയായിട്ട് എടുക്കണം എന്ന് നിർബന്ധം പിടിക്കുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. എന്ന് വെച്ച് ഈ കാര്യങ്ങൾ കേന്ദ്ര കമ്മിറ്റി കാണാതെ പോകും എന്നും ഞാൻ കരുതുന്നില്ല. അതിനെ സംബന്ധിച്ച് അനൗപചാരികമായ ചർച്ചകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകാം. കാരണം ഇതിപ്പോൾ നാളെ വിജിലൻസിൻ്റെ ഈ റിപ്പോർട്ടിന്മേൽ തീരുമാനം ഉണ്ടാകാൻ പോകുന്നതൊന്നുമല്ലല്ലോ. ഇത് കുറേ നാളെടുക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ പാർട്ടി ഇതിനെക്കുറിച്ച് അതിൻ്റെ എല്ലാ വശങ്ങളും ചർച്ച ചെയ്ത് അതിനാവശ്യമായ തീരുമാനം എടുക്കാനായിട്ട് അവർക്ക് കഴിയുകയും ചെയ്യും. അതിനകത്തൊന്നും ഒരു സംശയം വേണ്ട. ഇവിടെ ഇപ്പോൾ ഇ പി ജയരാജൻ മറ്റേ ഇങ്ങനൊരു ആരോപണം വന്നപ്പോൾ ഉടനെ രാജിവെച്ചു. അതുതന്നെ നമ്മുടെ കേരള രാഷ്ട്രീയത്തിലെ ഒരു പരിചയമില്ലാത്ത ഒരു നടപടിയായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. അതിനു മുമ്പ് എത്രയോ ആളുകളുടെ പേരിൽ വിജിലൻസ് ഇതുപോലുള്ള കേസെടുത്തിട്ട് ആരെങ്കിലും ഇവിടെ രാജിവെക്കുകയോ മാറിപ്പോവുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ല. അതൊക്കെ ഇപ്പോഴും നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അതിനൊക്കെ ഒരു മാതൃകയായി അതിനെല്ലാം എതിരായ ഒരു നിലപാടിലേക്ക് ഇ പി ജയരാജൻ പോയതിനെ അഭിനന്ദിക്കുന്നതിന് പകരം അവിടെ ഒരു ബന്ധു നിയമനം എന്നാണ് പറയുന്നത്. ബന്ധു നിയമനമാണെങ്കിലും ആയിക്കോട്ടെ, നമുക്കെല്ലാവർക്കും അറിയാം അവർ തമ്മിലുള്ള ബന്ധങ്ങൾ എന്താണെന്നൊക്കെ. പക്ഷേ മറ്റൊരു കാര്യമുണ്ട്, എത്രയോ പേര് കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത് ബന്ധു നിയമനം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് ആരെങ്കിലും പേരിൽ നടപടി വരികയോ കാര്യങ്ങളുണ്ടാകുകയോ ചെയ്തിട്ടുണ്ടോ? അതും ഇപ്പം അന്വേഷിക്കാൻ പോകുന്നു വിജിലൻസ് എന്ന് കേൾക്കുന്നു. ഏതായാലും ഇങ്ങനൊരു സംഗതി വന്നു കഴിഞ്ഞപ്പോൾ അതിനൊരു മറുകണ്ഠം എന്നുള്ള നിലയിൽ ഇതും ആലോചിക്കുന്നു എന്ന് പറഞ്ഞ് കേൾക്കുകയാണ്. ഏതായാലും പാർട്ടി ഇതിനെക്കുറിച്ച് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കേന്ദ്ര കമ്മിറ്റിയിൽ ചർച്ച ചെയ്യേണ്ട പ്രശ്നമില്ല. കാരണം അജണ്ടയെല്ലാം ഒരു ആഭ്യന്തര പ്രശ്നം എന്ന നിലയ്ക്ക് പാർട്ടി പിന്നീട് ചർച്ച ചെയ്താൽ മതി എന്ന് പാർട്ടിക്ക് തീരുമാനിക്കാം. പക്ഷേ ഇത് ഈ ഗൂഢാലോചന കുറ്റം ചുമത്തിയിരിക്കുന്നു, വഞ്ചനയ്ക്ക് കുറ്റം ചുമത്തിയിരിക്കുന്നു. ഒരു മന്ത്രി, സംസ്ഥാനത്തെ മന്ത്രി, അത് CPM-ൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്നയാൾ ഈ നിലയ്ക്ക് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എന്ന് കണ്ടെത്തുന്നത് അല്ലെങ്കിൽ അങ്ങനെ ആരോപിക്കുന്നത് ഇവിടുത്തെ വിജിലൻസാണ്, ഈ സർക്കാരിൻ്റെ കീഴിലുള്ള വിജിലൻസ് തന്നെയാണ്. അപ്പോൾ ഇത് മറ്റാരെങ്കിലും ആരോപിക്കുന്ന ഒരു സാഹചര്യമല്ല. മറ്റു പാർട്ടിക്കാരുടെ ഗൂഢാലോചനയാണെന്ന് ആരോപിക്കാൻ കഴിയില്ല. കൃത്യമായി ഈ സർക്കാരിൻ്റെ കാലത്ത് ഈ സർക്കാരിൻ്റെ വിജിലൻസ് കണ്ടെത്തുന്ന ഒരു കാര്യത്തെ അത്രമാത്രം നിസ്സാരവൽക്കരിച്ച് മുന്നോട്ട് പോകാൻ കേന്ദ്ര കമ്മിറ്റിക്ക് കഴിയുമോ? ഇവിടെ അതാണ് ഞാൻ പറഞ്ഞത്, കേന്ദ്ര കമ്മിറ്റിയുടെ അജണ്ടയിൽ ഇതില്ല, ഈ വിഷയമില്ല. അതവർ പറഞ്ഞിട്ടുണ്ട്, വരുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ ഇല്ലാത്ത ഒരു വിഷയം ഇപ്പോൾ അതിനകത്ത് അടിയന്തരമായി ചർച്ച ചെയ്ത് ഇ പി ജയരാജൻ്റെയും അതുപോലെ തന്നെ നിങ്ങളെല്ലാം ഇവിടെ ഉദ്ദേശിക്കുന്നത് പോലെ ശ്രീമതി ടീച്ചറുടെയും പേരിൽ പാർട്ടി നടപടിയെടുക്കണമെന്നാണ് ഈ പറയുന്നത്. അല്ലാതെ ഇപ്പോൾ അവർ ഔദ്യോഗിക സ്ഥാനമൊന്നും രാജിവെക്കാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അത് ഉടനെ തന്നെ ഉണ്ടാവണം എന്നാണ് ഇവിടെ നമ്മുടെ ജനാധിപത്യ ബോധമുള്ള സമൂഹം പറയുന്നത്. വ്യക്തമാണ്. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ ജോസഫ് വാഴക്കൻ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കാര്യം ഇവിടെ ഒതുങ്ങുന്നില്ല എന്ന പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണമാണ്. മുഖ്യമന്ത്രിക്കെതിരെ കൂടി അന്വേഷണം നീങ്ങണം എന്നതാണ് ആവശ്യം. ആ ആവശ്യം ഉന്നയിച്ച് വിജിലൻസിന് കത്ത് നൽകും എന്നും പറയുന്നു. എന്തടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത്? വളരെ ക്ലിയർ ആണല്ലോ. ആദ്യം തന്നെ ഈ വിഷയം ഉയർന്നു വന്നപ്പോൾ തന്നെയുള്ള റിപ്പോർട്ടുകളിലും പിന്നീട് അത് കണ്ട ആളുകൾ അത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പോൾ ആൻ്റണി ഫയലിൽ ശ്രീ ഇ പി ജയരാജൻ സമർപ്പിച്ച ഫയലിൽ പോൾ ആൻ്റണി ഇത് മന്ത്രി മുഖേന മുഖ്യമന്ത്രി കൂടി കണ്ടിരിക്കണം എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അത് സ്വാഭാവികമായിട്ടും അങ്ങനെ സെക്രട്ടറി, അഡീഷണൽ ചീഫ് സെക്രട്ടറി എഴുതി കഴിഞ്ഞാൽ പിന്നെ അത് മുഖ്യമന്ത്രി കണ്ട് തന്നെ ആ ഫയൽ വീണ്ടും ഓർഡറായിട്ട് ഇറക്കാൻ കഴിയുകയുള്ളൂ. കാരണം ആ ഓർഡർ ഇറക്കേണ്ടതും അഡീഷണൽ ചീഫ് സെക്രട്ടറി തന്നെയാണല്ലോ, ബന്ധപ്പെട്ട വകുപ്പിൻ്റെ സെക്രട്ടറി തന്നെയാണല്ലോ. അപ്പോൾ അദ്ദേഹം തന്നെ എഴുതി കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി കാണാതെ അതിൻ്റെ ഓർഡർ ഇറക്കാൻ കഴിയില്ല. മാത്രമല്ല മന്ത്രിക്കും അങ്ങനെ ഓവർ റൂൾ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും അത് മുഖ്യമന്ത്രി കണ്ടിട്ടുണ്ടാവണം. അതല്ലെങ്കിൽ മുഖ്യമന്ത്രി വാക്കാൽ പറഞ്ഞിട്ടുണ്ടാകും. കാരണം ഇത്
ഈ സുധീർ നമ്പ്യാരുടെ കാര്യം മാത്രമല്ല ഉള്ളത്. പാർട്ടിയിലെ സംസ്ഥാനത്തെ അവരുടെ സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെ മിക്കവാറും ആളുകളുടെ മക്കളും കൊച്ചുമക്കളും പിന്നെ മരുമക്കളും ഒക്കെ ഉണ്ട് ഇതിനകത്ത്. പിന്നെ പല സ്ഥാനങ്ങളിൽ ചെയർമാന്മാരായിട്ട് MD-മാരായിട്ടും വന്നിരിക്കുന്നത്. അവരൊക്കെ തന്നെ ആവശ്യപ്പെട്ടു. അത് EP ജയരാജൻ തന്നെ ഭംഗിധാരണ ശേഷം സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പിന്നെ പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ പാർട്ടി അറിയാതെ, പാർട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പിണറായി വിജയൻ, അതിനകത്ത് വേറെ ആരുമില്ലല്ലോ. പാർട്ടിയുടെ എല്ലാം അതിൻ്റെ രാജ്യവും ശക്തിയും മഹത്വം ഒരാൾ തന്നെ കേന്ദ്രീകരിച്ചിരിക്കുന്നതാണ്. അദ്ദേഹം അറിയാതെ ഈ ചെയർമാന്മാരെ MD-മാരെ ഒന്നും വെക്കില്ല. അതിന് ഏത് ജയരാജൻ നോക്കിയാലും നടക്കില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ ജയരാജനിലേക്ക് മാത്രം, അതും ജയരാജൻ്റെ മരുമകൻ അല്ലെങ്കിൽ ചേച്ചിയുടെ മകനെ പോസ്റ്റ് ചെയ്ത കേസ് മാത്രമാക്കി ചുരുക്കിക്കൊണ്ട് പോകാനൊരു ശ്രമം. അതിനുവേണ്ടിയാണ് ഈ 10-88 ദിവസമായിട്ട് 42ാമത്തെ ദിവസം കൊടുക്കേണ്ട ക്വിക്ക് വെരിഫിക്കേഷൻ റിപ്പോർട്ട് കൊടുക്കാതെ പൂഴ്ത്തി വെച്ചിരുന്നത്. അവസാനം കോടതി ഇടപെട്ടതുകൊണ്ടാണ് അത് കൊടുക്കേണ്ടി വന്നത്. പക്ഷേ നമുക്ക് മുന്നിൽ ഈ വിഷയത്തെ എങ്ങനെയാണ് പിണറായി വിജയൻ സമീപിച്ചത് എന്നത് അറിയാമല്ലോ. അത് നമുക്ക് മുന്നിലുള്ള കാര്യമാണ്. ഈ ആരോപണം വന്ന ഘട്ടത്തിൽ ആദ്യം തന്നെ ഈ വിഷയത്തിൽ വ്യത്യസ്ത പ്രതികരണങ്ങൾ, എങ്ങനെയാണ് EP ജയരാജൻ്റെ പ്രതികരണം വന്നതെന്നും എങ്ങനെയാണ് പിണറായി വിജയൻ്റെ പ്രതികരണം വന്നതെന്നും എങ്ങനെയാണ് യെച്ചൂരിയുടെ പ്രതികരണം വന്നതെന്നും നമുക്ക് മുന്നിലുണ്ട്. ഗുരുതരമായ വിഷയമാണ് ഇത് എന്നും സാധാരണ നിലയിൽ ഇത്തരം നിയമനങ്ങൾ യോഗ്യതയ്ക്കനുസരിച്ചാണ് നിയമിക്കുന്നത് എന്നും കൃത്യമായ മറുപടിയാണ് പിണറായി വിജയൻ നൽകിയത്, ഒപ്പം സീതാറാം യെച്ചൂരിയും നൽകിയത്. അപ്പോൾ ആ വിഷയം ഗുരുതരമാണെന്നും ഗൗരവതരമാണെന്നും ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞുകൊണ്ട് കൃത്യമായ സൂചന ഇതൊരു നടപടിയിലേക്ക് തന്നെ നീങ്ങുകയാണ് എന്ന സൂചന പാർട്ടിയും പിണറായി വിജയനും നൽകിയിരുന്നു എന്നതുകൂടി നമുക്ക് മുന്നിലുണ്ടല്ലോ. അപ്പോൾ എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ അങ്ങനെ ഒരു ആരോപണത്തെ സെറ്റ് ചെയ്യാൻ കഴിയുക? ഇതൊരു കൂട്ട നിയമനമാണുള്ളത് നടന്നത്. സുധീർ നമ്പ്യാർ മാത്രമല്ലല്ലോ, കൂട്ട നിയമനമാണ്. കാരണം ഈ പാർട്ടി കഴിഞ്ഞ 6-7 മാസമായിട്ട് അധികാരത്തിലിരിക്കുകയാണ് ഈ ഗവൺമെൻറ്. പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും 7-8 മാസത്തിനുള്ളിൽ ചെയ്തിട്ടുള്ള ആ കാര്യം കുറേ ട്രാൻസ്ഫറും ഇതുപോലെയുള്ള കുറേ പോസ്റ്റിങ്ങുമാണ്. അപ്പോൾ അതൊരു കൂട്ട പോസ്റ്റിങ്ങാണ്. അപ്പോൾ ഇതൊരു വലിയ വിഷയമായി മാധ്യമങ്ങളും കേരളവും ഏറ്റെടുക്കുന്നു എന്ന് തോന്നിയപ്പോൾ ജയരാജനിലേക്ക് മാത്രമായി, അതാണ് ജയരാജൻ പറയുന്നത്, എന്നെ മാത്രം ബലിയാടാക്കി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ചില അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ടല്ലോ. അദ്ദേഹത്തിലേക്ക് മാത്രം മാറ്റിക്കൊണ്ട് അദ്ദേഹത്തെ പുറത്താക്കി ബാക്കിയുള്ളവർ രക്ഷപ്പെടാനുള്ളൊരു വലിയ ശ്രമമാണ് നടന്നിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് മുഖ്യമന്ത്രി അറിയാതെ കേരളത്തിൽ മുഖ്യമന്ത്രി അറിയാതെ നടക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. ബാക്കിയുള്ളവർ നമ്മുടെ സംസ്ഥാന കമ്മിറ്റിയിലുള്ള നിരവധി ആളുകളെ നേതാക്കന്മാരുടെ മക്കളുടെ പേരാന്ന് പത്രത്തിൽ വന്നത്. അത് നേരത്തെ ചർച്ച ചെയ്തു പോയതാണ്. പല ആവർത്തി ഈ നിയമനങ്ങൾ നടന്ന ഘട്ടത്തിൽ അതിൽ യോഗ്യതയുള്ളവരുടെ നിയമനങ്ങളെ മാറ്റി നിർത്താം എന്ന് തന്നെയാണ് നമ്മളും കരുതുന്നത്. ഈ ചർച്ച ഈ പുതിയ സാഹചര്യത്തിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ഞാൻ ചോദിക്കട്ടെ, കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യയുടെ ആങ്ങള അവിടെ പിന്നെ കണ്ണൂർ അല്ല നമ്മുടെ കൊല്ലത്തെ ഒരു സ്ഥാപനത്തിന്റെ MD ആയി വന്നിട്ടുണ്ട്. ഏത് യോഗ്യതയില? ചുമ്മാതെ വെറുതെ അങ്ങനെ പിന്നെ പറയുന്ന ആളല്ല. ഇല്ലെങ്കിൽ നമ്മൾ തമ്മിൽ വെല്ലുവിളിച്ചിരിക്കുന്നു. നിങ്ങളെ കുറിച്ച് നല്ല അത് ഏത് സമയത്ത് മറ്റേ കാര്യകാരണ സഹിതം വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്ന ആളാണെന്ന് എനിക്കറിയാം. പക്ഷേ ഇതുപോലെ ഞാൻ പറയാം, കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ഉണ്ടായിരുന്ന ആളാണ്. അത് ഈ ഗവൺമെൻറ് ആണ് പോസ്റ്റ് ചെയ്തതെന്ന് ഞാൻ പറയുന്നില്ല. കഴിഞ്ഞ ഗവൺമെൻറ് അവസാനമാണ്. പക്ഷേ ഈ ഗവൺമെൻറ് വന്നപ്പോൾ അതിന് പുനർനിയമനം കൊടുത്തു. അത് ശരിയായ ഒരു കാര്യമല്ല. ശ്രീ KJ ജേക്കബ്, ഇത് നമ്മൾ ആദ്യം വിചാരിച്ചതുപോലെയല്ല. വളരെ ഗൗരവമുള്ള ഒരു തലത്തിലേക്ക് ഇത് മാറിയിരിക്കുന്നു. കാരണം ഈ സർക്കാരിൻ്റെ വിജിലൻസ് തന്നെ ഗൂഢാലോചന നടന്നു എന്ന് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നു. QE റിപ്പോർട്ടല്ല, FIR ചാർജ് ചെയ്തതിന് ശേഷമാണ് കാര്യങ്ങൾ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. കൃത്യമായി അഴിമതി നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നും ആ ഗൂഢാലോചന EP ജയരാജൻ മറ്റ് 2 പേരുമായി, പ്രതിപട്ടികയിൽ നിൽക്കുന്ന മറ്റ് 2 പേരുമായി നടത്തിയതാണെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗൂഢാലോചന നടത്തി വഞ്ചന കുറ്റം കൂടി ചുമത്തിക്കൊണ്ടുള്ള ഒരു FIR ആണ് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് കൂടുതൽ ഗൗരവമുള്ള ഒരു തലത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാരും പാർട്ടിയും അതിനെ വേണ്ടത്ര ഗൗരവത്തോടെ, സർക്കാർ എന്ന് പറയേണ്ട പാർട്ടി അതിനെ വേണ്ടത്ര ഗൗരവത്തോടെ കാണുന്നുണ്ട് എന്ന് കരുതാമോ? ഈ കേന്ദ്ര കമ്മിറ്റിയിൽ അത് ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നു എന്നുള്ള ഒരു സാഹചര്യമുണ്ട്.
ഞാൻ ഈ പ്രശ്നത്തെ കാണുന്നത്, ഈ പ്രശ്നം ആദ്യം വന്നു കഴിഞ്ഞപ്പോൾ CPM വളരെ കൃത്യമായിട്ട് അതിനോട് പ്രതികരണം നടത്തി. ശ്രീ ശക്തിധരൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ വിജിലൻസ് കേസ് വന്നു എന്നുള്ളത് കൊണ്ട് മാത്രം കേരളത്തിൽ മന്ത്രിമാർ രാജിവെക്കുന്നത് അത്ര സാധാരണമായിട്ടുള്ള സംഭവമല്ല. കോടതി ഇടപെടലില്ലാതെ സാധാരണഗതിയിൽ എൻ്റെ ഓർമ്മയിലില്ല അത്ര ഒരു പ്രധാനപ്പെട്ട വകുപ്പിൻ്റെ പ്രധാനപ്പെട്ട പാർട്ടിയുടെ മന്ത്രി രാജിവെക്കുക എന്നുള്ളത് സാധാരണ നടപ്പുള്ള കാര്യമല്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം CPM ഒരു പാർട്ടി എന്ന നിലയ്ക്ക് അങ്ങേയറ്റത്തെ ശക്തമായ നിലപാടാണ് ആ കാര്യത്തിലെടുത്തത്. എനിക്കൊന്ന് വിജിലൻസ് ഇപ്പം കോടതിയോട് പറഞ്ഞ കാര്യം പാർട്ടിയുടെ അന്നത്തെ നിലപാടിനെ സാധൂകരിക്കുന്നതുമാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമുക്ക് സെക്രട്ടേറിയറ്റിലെ കാര്യങ്ങൾ അറിയാവുന്നവരോട് സംസാരിച്ചതിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, ഇതൊക്കെ അന്വേഷണത്തിൽ കൂടി നാട്ടുകാർ അറിയേണ്ട കാര്യങ്ങളാണ്, പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത് മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയൊരു ഫയലല്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം അത്ര രൂക്ഷമായിട്ട് വന്നതും. അന്നത്തെ ആ സമയത്ത് CPMൻ്റെ നിലപാട് വളരെ കൃത്യമായിരുന്നു, മാതൃകാപരമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിയുമ്പോൾ ശ്രീ ശക്തിധരൻ പറഞ്ഞതുപോലെ ഈ CPMൻ്റെ കേന്ദ്ര കമ്മിറ്റിയിൽ അജണ്ടയിൽ ഇല്ല എന്നുള്ളത് കൊണ്ട് ഈ പ്രശ്നം ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളത് അതിൽ നിന്ന് ഒഴിവാകാം എന്ന് പാർട്ടി വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കുന്ന കാര്യമല്ല.